മുകേഷിനെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ വ്യക്തിപരമായി ഇപ്പോൾ എല്ലാവരും പ്രേമചന്ദ്രൻ്റെ പേര് തന്നെ പറയുന്നു. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വികസനത്തിലെ കരുത്ത് കാട്ടിത്താ. പ്രേമചന്ദ്രന് സാധ്യതയില്ല എന്ന് വെച്ചാൽ ഒട്ടും സാധ്യതയില്ല. ചിലപ്പോൾ എല്ലാവരും കൂടെ കയറി BJP വോട്ട് ചെയ്താലും വോട്ട് ചെയ്യും. ആ ഒരു സാഹചര്യം ഇപ്പോൾ കിടക്കുന്നത്. കൂടുതലും കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നും ഈക്വലാണ്. Unique Times Premium Business Lifestyle Magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 Soap. RSPയുടെ ശക്തി പ്രഭാവമായ കേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊല്ലം മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. പ്രേമചന്ദ്രൻ ഇവിടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ശക്തി പ്രഭാവം പല രീതിയിൽ ഇവിടെ തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പല ഡെവലപ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയാതെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയുന്നു. അതുപോലെ ശക്തനായ എതിരാളികളുണ്ട്. മുകേഷ്, അതുപോലെ കൃഷ്ണകുമാർ, BJPയുടെ ശക്തനായ കാൻഡിഡേറ്റുണ്ട്. സിനിമാ നടനും സീരിയൽ നടനുമായ കൃഷ്ണകുമാറുണ്ട്. ജനങ്ങളെ പൊതുവായിട്ട് ആകർഷിച്ച ഘടകം ഈ സമയത്ത് ആരാണ്? ഈ സമയത്ത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാര്യം എന്ന് വെച്ചാൽ ആ രീതിയിലാണ് ഈ 3 പേരുടെയും പ്രകടനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രേമചന്ദ്രൻ ഞങ്ങളുടെ MP ആണ്. 2 വർഷം കൊണ്ട് പുള്ളി 2 പ്രാവശ്യം കൊണ്ട് പുള്ളി ജയിച്ച് പല കാര്യങ്ങളും നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം BJP എന്ന് പറയുന്ന മറ്റു പല സ്ഥലങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അത് തന്നെ അടിക്കടിക്ക് പ്രധാനമന്ത്രി എത്തുന്നത് ഇവർക്കൊരു ബൂസ്റ്റപ്പാണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. മോഡി എന്ന് പറയുന്ന പുള്ളി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ തന്നെ ഈ ഹൈവേ തന്നെ പെട്ടെന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വെച്ച് നോക്കുമ്പം നല്ല കാര്യം ഇപ്പോൾ അവർക്കും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ടല്ലേ ഈ സാഹചര്യം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുക. ആരാണ് ജയിക്കുന്നത് പറയാൻ പറ്റില്ല. നല്ല കാര്യം ആരെന്ത് ചെയ്യുന്നു അവർക്ക് വോട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. നല്ല കാര്യം ചെയ്യുന്നവർക്ക് വോട്ട് കൊടുക്കും. അത് വേറെ അങ്ങനെ നമുക്കിപ്പം തീർത്ത് പറയാൻ പറ്റുന്നില്ല. ആരെപ്പോൾ എങ്ങനെ ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല. അതാണ്. ചേട്ടൻ ഇവിടെ താമസിക്കുന്ന ഒരാളല്ലേ? അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ ചേട്ടന് ചുറ്റുപാടുകളുണ്ട്. ചുറ്റുപാടുകൾ നിന്ന് കേൾക്കുന്ന ഉറച്ച ശബ്ദം ഏതാണ്? കൂടുതലും കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നും ഈക്വലാണ്. 3 പേരും ഈക്വലാണ്. ഈ പ്രത്യേകിച്ച് ഒരാളുടെ ശബ്ദമായിട്ട് വരുന്നില്ല. 3 പേരും ഈക്വലായിട്ട് ഉള്ള സംസാരങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പാരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RSPയുടെ കേന്ദ്രമാണ്. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെ എന്നാൽ തന്നെയും നമുക്ക് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാര്യം ഈ മോഡി തരംഗം പല സംസ്ഥാനങ്ങളിലും ഇതായി വരുന്നില്ല. അപ്പോൾ അതിനെക്കൊണ്ട് പറയാനൊക്കത്തില്ല. ആര് വരും എന്നുള്ളത് പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. അങ്ങനെയാണ് നോക്കുമ്പോൾ. ഇതിലിപ്പോൾ ആര് ജയിക്കും എങ്ങനെ ജയിക്കുമെന്ന് ഇപ്പം പറയാനൊക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വന്ന് കണ്ടായിരുന്നു? ഇവിടെ പര്യടനം നടത്തിയായിരുന്നു? ഇല്ലില്ല, ആരെയും ഞാൻ കണ്ടിട്ടില്ല. മുകേഷ് സാറ് ഇവിടെ MLA ആണ്. MLA എന്ന നിലയിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്? MLA എന്നുള്ള ലെവലിൽ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് മുകേഷ്. പക്ഷേ MPയുടെ രീതി വരുമ്പോൾ ആര് ജയിക്കുമെന്ന് തീർത്ത് പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ RSPയുടെ ശക്തി പ്രഭാവമായ സ്ഥലത്ത് നിന്ന് RSPയുടെ തന്നെ കാൻഡിഡേറ്റ് ജയിക്കാൻ നല്ല സാധ്യത കാണുന്നില്ലേ? കാണുമെന്ന് പറയാൻ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാധ്യത കുറവാണ്. ചേട്ടന് പ്രിയപ്പെട്ട ഇവിടെ ജനങ്ങൾക്ക് പ്രിയങ്കരനായ ആൾ ആരാണ്? പ്രിയങ്കരനായ എന്ന് പറയാൻ മുകേഷ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രധാന ഘടകങ്ങൾ ആകർഷണീയമായ തോന്നിയിട്ടുള്ള എന്തൊക്കെയാണ്? നാടിൻ്റെ വികസനത്തെ പറ്റി ചിന്തിക്കുമ്പം മറ്റേ ബസ് സ്റ്റാൻഡ് അവിടെയുള്ള ചുറ്റുപാടും അയൽവാരം വകുപ്പൊക്കെ വികസനത്തിൻ്റെ എന്തോ നില പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നിലവിൽ കൊല്ലം ജില്ലയിൽ കണക്കൂട്ടുമ്പോൾ ടൗണും വകുപ്പെല്ലാം കണക്കുമ്പോൾ കോടി രൂപയുടെ ചിലവും വകുപ്പുകളും ചെയ്തിട്ടുണ്ട് മുകേഷിൻ്റെ എന്തോ വെച്ച് നോക്കുന്നു. പ്രധാനമന്ത്രി കൂടെ ഇവിടെ വരുന്നു. അപ്പം BJPയുടെ നില മെച്ചപ്പെടുത്താൻ അവർ എത്രത്തോളം ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്? BJPയുടെ നിലയും മെച്ചപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ല. ജനങ്ങൾ ഒറ്റയടിക്ക് എങ്ങനെ തിരിയുമെന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ല. ചിലപ്പോൾ എല്ലാവരും കൂടെ കയറി BJP വോട്ട് ചെയ്താലും വോട്ട് ചെയ്യും. ആ ഒരു സാഹചര്യം ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനൊക്കത്തില്ല. മലയാള സിനിമയിൽ വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള മുകേഷ് ഇവിടെ അല്ലേ മത്സരിക്കുന്നത്? അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പം MLA ആണ്. അദ്ദേഹം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാറുണ്ടോ?
മുകേഷ് നല്ല കാര്യങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. കൊല്ലത്ത് ഏറ്റവും കൂടുതൽ 1700 സംതിങ് കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് മുകേഷ് നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. പ്രേമേന്ദ്രനെതിരെ നിൽക്കാൻ നല്ല ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് മുകേഷ് ജയിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇവിടെ പ്രേമേന്ദ്രൻ അങ്ങനെ ജയിക്കാൻ വലിയ സാധ്യത കുറവാണ്. കാരണം പ്രേമേന്ദ്രൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇവിടെ. പ്രേമേന്ദ്രൻ നമ്മൾ കാണുന്നത് തന്നെ ഈ ഇലക്ഷൻ സമയത്താണ്. മുകേഷ് ഒന്നുമില്ലെങ്കിലും മുകേഷ് ചെയ്തില്ലെങ്കിലും നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ പോരാത്തിന് മുകേഷിൻ്റെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് മുകേഷിന് MLA ആയിട്ട് ഇരുന്നിട്ട് മുകേഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അതിലുപരി ഒരുപാട് നമ്മുടെ പാർട്ടിക്കാർ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. RSPക്ക് വളരെ അനുകൂലമായ മണ്ണാണ്. ഇടതിനും വലതിനും ഇവിടെ ജയിച്ചിട്ടുണ്ടെങ്കിലും RSPയും ഇവിടെ ജയിച്ചു കയറിയ ചരിത്രമുണ്ട്. അപ്പോൾ RSPയെ പ്രതികരിച്ച് വരുന്ന പ്രേമചന്ദ്രന് വളരെ അവസരവും വളരെ സ്വാധീനവും ഉള്ളപ്പോൾ അദ്ദേഹത്തിനും ജയസാധ്യതയില്ലേ? പ്രേമചന്ദ്രന് സാധ്യതയില്ല എന്ന് വെച്ചാൽ ഒട്ടും സാധ്യതയില്ല. കാരണം അത് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത്ര ആധികാരികമായിട്ട്? അധികാരികൾ പറഞ്ഞാൽ 5 വർഷമായിട്ട് നമ്മുടെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ആരാണ്? പ്രേമേന്ദ്രൻ തന്നെ. എന്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രേമേന്ദ്രൻ ജയിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മളെ വയനാട് നമ്മുടെ രാഹുൽ ഗാന്ധി വന്നെന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ ഒരു ഫ്ലോയുടെ പുറത്താണ് ഇവിടെ ഈ കോൺഗ്രസ്സുകാർ ഇത്രയും ജയിച്ചത്. നമ്മൾ കോൺഗ്രസിനെ എടുത്തു പറയല്ല, കോൺഗ്രസ്സുകാർ എത്രയും ജയിക്കാൻ കാരണം ഈ രാഹുൽ ഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ 10-15 സീറ്റ് പിടിക്കുന്നുള്ളായിരുന്നു. അദ്ദേഹത്തിന് ആക്ഷേപങ്ങൾ അധികം വന്നിട്ടുമില്ല പ്രേമചന്ദ്രൻ. അപ്പോൾ അദ്ദേഹത്തിനൊരു ശക്തി കേന്ദ്രമല്ലേ? നമ്മൾ ആശയമായിട്ട് പറഞ്ഞില്ലേ, പുള്ളി നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് എതിരെ നിൽക്കാൻ എന്തുകൊണ്ടും മുകേഷാണ് നല്ലത്. അല്ല, നമുക്ക് പുള്ളി നമ്മൾ ആശയിക്കുന്നില്ല, പുള്ളി നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷേ മുകേഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നല്ലൊരു പ്രേമത്തിനെതിരെ നിൽക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് മുകേഷ് തന്നെയാണ്. മുകേഷ് കൊല്ലത്ത് ഇവിടെ ചെയ്തില്ലെന്നുള്ളൂ, കൊല്ലത്തൊക്കെ നല്ല വികാസം ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കാണുന്നില്ല വരുന്നില്ല എന്നുള്ള പരാതിയാണ് ആൾക്കാർക്ക്. പക്ഷേ എപ്പോഴും അയാളൊരു സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഒരാളല്ലേ. അയാൾക്ക് അദ്ദേഹത്തിന് എപ്പോഴും വന്ന് ആൾക്കാരെ മുമ്പിൽ വരാനോ മറ്റുള്ള കാര്യങ്ങൾ പോകാനോ പറ്റുന്ന ഒരാളല്ലല്ലോ. വർദ്ധിച്ചു വരുന്ന പോരാട്ടമാണ് ഭാരത് ജനതാ പാർട്ടി ഇവിടെ കാഴ്ചവെക്കുന്നത്. പല സ്ഥലത്തും അവർ വിജയിക്കുമെന്ന് പറയപ്പെടുന്നു. വടക്കേൻ്റെ വളരെ സ്ട്രോങ് ആണ്. ഇപ്പം തെക്കേൻ്റെ കേരളം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നു. പല സ്ഥലങ്ങളിലും അവർ പല അവകാശങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ സീരിയൽ സിനിമ കൃഷ്ണകുമാറിന് ആ പവർ വരത്തില്ലേ? മോദിജി ഇവിടെ എപ്പോഴും വരികയും ചെയ്യുന്ന ആ സ്ട്രെങ്ത് BJPയുടെ പഴയ പ്രവർത്തനത്തെക്കാളും കൂടുതൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. BJPക്ക് സാധ്യത കൂടുതലാണോ? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കുറച്ചും കൂടെ ഭേദമായിട്ടില്ലേ? വടക്കേന്ത്യയിലായിരിക്കും. പക്ഷേ കേരളത്തിൽ BJPക്ക് സാധ്യത വളരെ കുറവാണ്. കാരണം BJP എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒന്നാമത്തെ കാര്യം BJP എല്ലാവർക്കും നല്ലപോലെ അറിയാം. BJP നല്ലപോലെ അറിയാവുന്നതാണ് കേരള ജനത. അപ്പം വടക്കേന്ത്യയിൽ ചിലപ്പോൾ ഈ ജാതി പറഞ്ഞോ മറ്റു പറഞ്ഞോ ഒക്കെ വോട്ട് പിടിക്കാൻ പറ്റുമായിരിക്കും, ജയിക്കാൻ പറ്റുമായിരിക്കും, അവർ പ്രധാനമന്ത്രി ആവാൻ പറ്റുമായിരിക്കും. പക്ഷേ കേരളത്തിൽ അത് ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ ജയിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ പറഞ്ഞില്ലേ, നമുക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ സാധ്യത കുറവാണ്. സത്യസന്ധമായിട്ട് പറയൂ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇത്രയും ടൈം ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഏറ്റവും ഊർജ്ജസ്വലമായി വർക്ക് ചെയ്യുന്ന ആരാണ്? സത്യസന്ധമായ ഒരു ആൻസർ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഈ ഇലക്ഷൻ സംബന്ധിച്ച് നമ്മളെ നല്ല വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പറയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. നല്ലപോലെ നമുക്ക് ഇതുവരെയും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ കൊറോണ ആയിട്ട് മറ്റേ ഇതാകട്ടെ ഇതെല്ലാം ഓക്കെ എല്ലാം വന്നില്ല. അപ്പോൾ എല്ലാം നമ്മൾ കേരളം പിടിച്ചിരുന്ന നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റ ബലം കൊണ്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് BJPക്കാരൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് BJP ജയിക്കുന്ന കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രേമേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥികളെന്ന് ഞാൻ പറയില്ല. പ്രേമേന്ദ്രൻ നല്ല സ്ഥാനാർത്ഥി, പ്രേമേന്ദ്രനെതിരെ നിർത്താൻ നമുക്ക് ഉപേക്ഷയുള്ളൂ. നമ്മളെ ഈ വേട്ടുതറ നീണ്ടകര ബൈപ്പാസ് തന്നെ അവിടെ ഒരു പാലം വേണമെന്ന് അല്ല ആവശ്യപ്പെട്ട. അപ്പം നമ്മളിവിടുത്തെ MP ആയിട്ടിരുന്നിട്ട് കൂടി പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. പുള്ളി പറയേണ്ട പുള്ളിയല്ലേ ഇവിടെ അവതരിപ്പിക്കണം. MLA പറയാൻ പറ്റും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പുള്ളിയല്ലേ ഇവിടുത്തെ MP, പുള്ളിയല്ലേ അവതരിപ്പിക്കേണ്ട. പുള്ളി അവതരിപ്പിച്ചിട്ടില്ല. പുള്ളി അവസാന നിമിഷം വന്നു പറഞ്ഞാൽ അറിഞ്ഞില്ല കണ്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? ആ ഒരു മെയിനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തൊന്നും കിട്ടാൻ സാധ്യത കുറവാണ്. ഇവിടെ ജയിക്കാൻ പോകുന്ന ആൾ ആരായിരിക്കും? ജയിക്കാൻ പോണത് MK പ്രേമേന്ദ്രനായി. എല്ലാവരും അത് തന്നെയാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആകർഷണീയമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട്? അല്ല, ഒരുപാട് സഹായങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രേമേന്ദ്രൻ തന്നെ. അവിടെ എന്താ പറയുന്നത്? പ്രേമേന്ദ്രൻ എന്തൊക്കെ ഘടകങ്ങൾ ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്? അയാൾ ഒരേ വ്യക്തിത്വമാണ്. അത് എങ്ങനെയാണ് ഇവിടുന്ന് ശാന്തമായി സംസാരിക്കുക, ചിരിക്കുക, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പുള്ളി നല്ല കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സാധാരണ ആരും വരാറില്ല. പുള്ളി വരാറുണ്ട് ഇവിടെ. ഇടയ്ക്ക് എത്ര വർഷം വന്നതിന് ശേഷം? ഇവിടെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവിടെ വന്നായിരുന്നു. അതെന്നെ വലിയ കാര്യമല്ലേ? ഓർക്കുക, നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊരു ജനനായകന്മാരില്ല നമുക്ക്.
ബാക്കിയുള്ള രാഷ്ട്രങ്ങളൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു പോസിറ്റീവാണ്. ട്രാൻസ്പെറൻ്റ് ആണ്. ഫണ്ട് ശരിക്കും അദ്ദേഹം വിനിയോഗിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിനിയോഗിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ വികസനം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ വികസിക്കുന്നു. ഞാൻ മുകേഷിനെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ വ്യക്തിപരമായി ഇപ്പോൾ എല്ലാവരും പ്രേമചന്ദ്രൻ്റെ പേര് തന്നെ പറയുന്നത്. പിന്നെ അടുത്ത കാൻഡിഡേറ്റ് ആരാണ് നിങ്ങൾ ഒരു വില കൽപ്പിക്കുന്നത്? ഏതാ? കമ്മ്യൂണിസ്റ്റ് തന്നെയല്ലേ? കമ്മ്യൂണിസ്റ്റ് തന്നെയല്ലേ? ഈ ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്. ഈ ഇലക്ഷൻ ടൈമിൽ നമ്മളെ സ്ഥാനാർത്ഥികൾ നമ്മുടെ അടുത്തേക്ക് വരും, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ 3 പ്രധാനപ്പെട്ട സംഘടനകളുള്ളത്. കോൺഗ്രസ്, CPM. എൻ്റെ ഇഷ്ടപ്പെട്ട നേതാവ്, എൻ്റെ ഇഷ്ടപ്പെട്ട പാർട്ടി ഇതാണ്. ഇവരാണ് ലോകത്തെ ഈ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നവരെന്ന് ചേട്ടൻ്റെ ഹൃദയത്തിൽ തോന്നിയ വ്യക്തി ആര്? അടുത്ത ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇന്ത്യ കോൺഗ്രസ് ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കരുനാഗപ്പള്ളിക്കാരനാണ്. ഇപ്പോൾ ഈ തട്ടാമലയിലാണ് ജീവിക്കുന്നത് 23 വർഷമായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോൺഗ്രസ് ഫാമിലിയാണ്. ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ CPM വോട്ട് ചെയ്തു. എന്താ ചേട്ടാ കാര്യം? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാലുമാറി പോകുന്നതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ട ഞാനാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവരെല്ലാം കാലുമാറുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കാണുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു വിഷമം നമുക്കുണ്ട്. ഇന്ത്യ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ CPM കോൺഗ്രസും ഒന്നിച്ച് നിൽക്കണം. BJPക്ക് ഇവിടെ ഒന്നും നടക്കത്തില്ല. അവർ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓൾ ഇന്ത്യ ബേസിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അറിയാമല്ലോ. ഇലക്ട്രൽ കൊണ്ട് ഇത് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് എന്തും ചെയ്ത് ഇന്ത്യ അവർ എടുക്കും. പക്ഷേ കേരളം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിന് ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാനിപ്പോൾ 2 പ്രാവശ്യം ഞാൻ CPM വോട്ട് ചെയ്തു. വീണ്ടും ഞാൻ CPM വോട്ട് ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ CPM വോട്ട് ചെയ്യത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ 19 MPമാരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം. അന്ന് ഞാൻ വോട്ട് ചെയ്തതാണ്. ഒരു MPയെ കൊടുത്തുള്ളൂ CPMൻ്റെ. 19 MPമാരെയും കോൺഗ്രസ് കൊടുത്തു. ഒരാളും വാതുറന്നില്ല അവിടെ. ഈ നടന്ന സംഭവങ്ങളിലൊന്നും അവരാരും പ്രതികരിച്ചിട്ടില്ല. അതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം, അതായത് CPMൻ്റെ ആൾക്കാർ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ജോൺ ബ്രിട്ടാസാണ് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ഒരാളും സംസാരിച്ചിട്ടില്ല. ഈ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചതിൻ്റെ 1000-1 ഒരു കോൺഗ്രസ് ഈ 19 MPമാരെ കൊടുത്ത ഒരു ആളും സംസാരിച്ചിട്ടില്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒന്നും മുസ്ലിമിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ജാതിയതല്ല, ആർക്കും വേണ്ടി സംസാരിച്ചിട്ടില്ല. ഈ കേരളത്തിന് വേണ്ടി ആരും സംസാരിച്ചിട്ടില്ല. അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എനിക്ക് CPM സ്ഥാനാർത്ഥി തന്നെ ഇവിടെ ജീവിക്കണമെന്നാണ് ആഗ്രഹം. ചേട്ടൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ വേണം, അല്ലാതുള്ളവരെ വേണ്ട. അല്ല ജാതിയും മറ്റു കാര്യങ്ങളും നമുക്ക് താല്പര്യമില്ല, ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. അതിനകത്ത് മുന്നിൽ നിൽക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായത് അത് CPMൻ്റെ സ്ഥാനാർത്ഥികളാണ്. അതിനകത്ത് മുകേഷിൻ്റെ കേസ് പറയുന്നത്, മുകേഷ് ചെയ്തെന്ന് പറയുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയിൽ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹമാണ് ഇച്ചിരി ബെറ്റർ. പക്ഷേ എനിക്ക് ഇന്ത്യയുടെ ഭാവിയാണ് ഉദ്ദേശം. ഇന്ത്യയുടെ ഭാവി കണക്ക് കൂട്ടും. പ്രേമചന്ദ്രൻ ഇപ്പോൾ ഇടതിന് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്, അല്ല കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രേമചന്ദ്രനെ ജയിപ്പിച്ചാൽ ഇവർ തിരിച്ചു കുത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് CPM കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇവർ 19 MPമാർ അല്ലെ 20 MPമാർ ഇവിടെ നിന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കോൺഗ്രസ് ഫാമിലിയാണ്, പക്ഷേ എനിക്ക് ശബ്ദിക്കുന്നവരാണ് ആവശ്യം. ശ്രീ മുകേഷിൻ്റെ വിജയ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും കേരളത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഭവിക്കും. കൊല്ലം നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി സിറ്റിംഗ് MP ആയിരിക്കുന്ന വ്യക്തിയാണ് വീണ്ടും മത്സരിക്കുന്നത്. അദ്ദേഹം ഈ 10 വർഷത്തിനുള്ളിൽ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനവും ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ നടത്തിയിട്ടില്ല എന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് വിലയിരുത്താൻ കഴിയും. തനതായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പോലും, കുറച്ച് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ, അത് 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തുകൾ മെയിൻറ്റെയിൻസ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. പഞ്ചായത്തുകൾക്ക് അതിനുള്ള ധനശേഷി ഇല്ലാത്തതുകൊണ്ട് പലയിടത്തും ഈ ഹൈമാസ് ലൈറ്റുകൾക്ക് അനുവാദം കൊടുക്കാത്ത അവസ്ഥ പോലും ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഹൈമാസ് ലൈറ്റ് 5-6 പലയിടത്ത് സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ ഒരു 25 ലക്ഷം രൂപ എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് പോലും നടത്തിയിട്ടില്ല എന്ന ഒരു വികസന വിരുദ്ധത അദ്ദേഹത്തെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന രാഷ്ട്രീയം, പ്രത്യേകിച്ച് കൊല്ലം MLA ആയി മത്സരിക്കുന്ന മുകേഷ്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനകത്ത് കൊല്ലം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള 1748 കോടിയുടെ വികസനം മുന്നിൽ കാട്ടിക്കൊണ്ടാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ LDF സഖാവിനെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാലും സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാലും മണ്ഡലത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട സിറ്റിംഗ് MPയുടെ ഒരു നിസ്സംഗത എടുത്ത് പരിശോധിച്ചാലും ജനങ്ങൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളതാണ് സഖാവ് മുകേഷിൻ്റെ വിജയസാധ്യത. പ്രേമചന്ദ്രനെ കടുത്തൊരു പോരാളിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, അദ്ദേഹം ഒരു സിറ്റിംഗ് MP അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വിലയിരുത്തപ്പെടുക. കരുത്തെന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനത്തിലൂടെയല്ലേ കരുത്ത് കാണിക്കേണ്ടത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വികസനത്തിലെ കരുത്ത് കാട്ടിത്താ. അതാണ് ഞങ്ങൾ പറയുന്നത്. വികസനത്തിൻ്റെ കരുത്ത് എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ കരുത്ത് വികസനത്തിലല്ലേ വരേണ്ടത്. മാർജിനിൽ മുകേഷ് സാർ വിജയിക്കും. ചാത്തന്നൂർ മണ്ഡലത്തിൽ 10,000-ലധികം വോട്ടിൻ്റെ മാർജിൻ, സ്ട്രോങ് ഏരിയ അല്ലേ? LDF 10,000-ലധികം വോട്ടിൻ്റെ ലീഡുണ്ടാവും.